പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവചന പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്നു ദാനിയേൽ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നത് കണ്ടു. സർവ്വരാജ്യത്തെയും ഭരിക്കേണ്ടതിന് പ്രധാന അധ്യക്ഷന്മാരിൽ ഒരുവനായ ദാനിയേലിനെ രാജാവ് നിയമിച്ചു. എന്നാൽ അതിൽ അസൂയ പൂണ്ട അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിനെതിരായി കാരണം കണ്ടെത്തുവാൻ ശ്രമിച്ചു. എന്നാൽ തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണമല്ലാതെ സംബന്ധിച്ചല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റാരോടും അപേക്ഷ കഴിക്കരുത് എന്നുള്ളൊരു രാജകൽപ്പന എഴുതിപ്പിച്ചു. എന്നാൽ ഇതിനൊന്നും ദാനിയേൽ ഭയപ്പെട്ടു പോയില്ല. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ തന്നെ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചു പോന്നു. എന്നാൽ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്നു ദാനിയേൽ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നത് കണ്ടു. പ്രിയ ദൈവ പൈതലേ, ശത്രു നമ്മെ തകർത്ത് ഇല്ലായ്മ ചെയ്യുവാൻ എത്രമാത്രം ബന്ധപ്പെടുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ നാം ഒന്ന് ഓർക്കണമേ, ഏത് അധ്യായത്തിൽ ശത്രു ദാനിയേലിനെ തകർത്ത് കളയാൻ ബന്ധപ്പെട്ടുവോ അതേ അധ്യായത്തിൽ ദാനിയേൽ പ്രവചന പുസ്തകം 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു: രാജാവ് ബന്ധപ്പെട്ട് സിംഹഗുഹയ്ക്ക് അരികെ എത്തിയെന്ന് ദാനിയേലിനെ വിളിച്ചു. നാം ഒന്ന് തിരിച്ചറിയണമേ, ശത്രുവിന് നമ്മെ തകർത്ത് കളയാൻ വളരെ ബദ്ധപ്പാടുണ്ടെങ്കിൽ നമ്മെ രക്ഷിക്കേണ്ട ബദ്ധപ്പാടും നമ്മുടെ ദൈവത്തിനുണ്ട് എന്ന് നാം ഓർക്കണം. ദൈവവേദന ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.